എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. വൈബ് നിനക്ക് ഇടക്ക് വൈബ് കയറാതെ നീ വേറെന്തൊക്കെയോ ചിന്തയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? എനിക്ക് എങ്ങനെ അറിയാം? മനഃപൂർവ്വം ഞാൻ അങ്ങനെ വേറെ ചിന്തയിലേക്ക് പോവാറില്ല. ഇനിയിപ്പോ എന്താ സംഭവിക്കണം എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അത് സീരിയസ് ആയിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നു. തീർച്ചയായിട്ടും ഈ കിഴിയിൽ അത് ഉണ്ടാവില്ല. ഓക്കെ, മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ മത്സരം വേണ്ട, നമുക്ക് അത് ശ്രമിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ. ഞാൻ ശ്രദ്ധിച്ചോളാം താനെ. ഓക്കെ. ഫസ്റ്റ് വൺ, K47 കിച്ച സുദീപ നായകനാവുന്ന സിനിമയാണ്. ആളുടെ അടുത്ത സിനിമ, 47ാമത്തെ സിനിമ. സിനിമയുടെ മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ സംവിധാനം ചെയ്യുന്നത് വിജയ് കാർത്തികേയ, അതായത് മാക്സിന്റെ സംവിധായകൻ തന്നെയാണ്. മാക്സിന്റെ ടീം വീണ്ടും ഒരുമിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലായിട്ട് അങ്ങ് അനൗൺസ് ചെയ്തു. അടുത്തത് സൂത്രവാക്യം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 11 മണിക്ക് എത്തിയിട്ടുണ്ടാവും. അതെ, ജസ്റ്റ് 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. യെസ്, യൂജിൻ ജോസ് ചിറമ്മലാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ചിറമ്മൽ കേൾക്കുമ്പോൾ ചിറമ്മൽ ഈനാഷ് ഫ്രാൻസിസേ പ്രാഞ്ചിയേട്ടാ സത്യമാണ് കേട്ടോ. ആ സാധനമാണ് ഓർമ്മയില്ല. ഞാൻ എന്തായിരുന്നു പറയാൻ വന്നേ? ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും. വെറുതെ ആണോ ആള് ഇതിൽ നിന്ന് പുറത്തു വന്നത്? വേറെ എന്തെങ്കിലും പറഞ്ഞു? പിന്നെ ഞാനെങ്ങനെ ഇതിന്റെ ബാക്കി ഞാൻ ഓർത്ത് വെച്ചിട്ട് വേണ്ട പറയാൻ. ഇപ്പൊ സംഭവം ടെക്നിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? പുറത്തു അവന്റെതല്ല പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. ഓക്കെ. അടുത്തത് കില്ലർ. കില്ലർ കമ്പോസർ ആരാണ് അതറിയാനുണ്ട്. എന്തായാലും 7/7/2025, അതായത് നാളെ 10 മണിക്ക് ഇതറിയാൻ പറ്റും. SJ സൂര്യ സംവിധാനം ചെയ്യുന്ന അടുത്ത ബ്രഹ്മാണ്ഡ സിനിമയാണ്. ഗോകുലം ഗോപാലൻ നിർമ്മാണം. അതെ, നിർമ്മാണത്തിൽ നമ്മുടെ SJ സൂര്യ ഉണ്ട് കേട്ടോ, ഏഞ്ചൽ സ്റ്റുഡിയോസ്. അടുത്തത് ഫ്ലാസ്ക് സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളാട്ടോ, നൈസ് ആയിട്ടുള്ള സിനിമയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും രാഹുൽ റിജി നായരാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ജൂലൈ 18 സിനിമ റിലീസിനെത്തും. ദ ഗേൾ ഫ്രണ്ട്, രശ്മിക മന്ദാന പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കേട്ടോ. കുറച്ചായി ഇത് തുടങ്ങി അവിടെ വെച്ചിട്ട്, ഇതുവരെ വന്നിട്ടില്ല. കൊറേ ഇറക്കി പൊട്ടിച്ചല്ലോ അല്ലേ? ഓക്കെ, അതിന്റെ ഇടയിൽ ഇതും പൊട്ടിക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? എന്തായാലും നല്ല സാധനം ആകാനാണ് സാധ്യത. എന്തായാലും അതിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റും പിന്നെ ഫസ്റ്റ് സിംഗിളും വരുന്നുണ്ട്, ഉടനടി വരും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു പോസ്റ്റർ അവർ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും രശ്മിക മന്ദാന തകർക്കട്ടെ. ഇഷാം അബ്ദുൾ വഹാബ് ആണ് കേട്ടോ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. രാഹുൽ രവീന്ദ്രനാണ് ഡയറക്ഷൻ. ഓക്കെ, അത് പറഞ്ഞപ്പോ ഇത് മറന്നുപോയി. സൂര്യ 46 എന്തൊക്കെ നോക്കണേ. സൂര്യ 46 സിനിമയുടെ 16ാമത്തെ ദിവസത്തിന്റെ ഒരു സ്റ്റില്ല് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വെങ്കി അട്ലൂരി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സൂര്യയും മമിതയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. അതായത് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ പറയുന്ന ചിരിക്കേണ്ടവർക്ക് ചിരിക്കാവും, ഇമോഷണൽ ആവേണ്ടവർക്ക് ഇമോഷണൽ ആവാം, എന്നിട്ട് ഭയങ്കര ഫീൽ ഗുഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് പോവാം. അങ്ങനെയുള്ള സിനിമയാണെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്, വെങ്കി അട്ലൂരി. ഓക്കെ, നല്ലതാവട്ടെ. ആളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ആ ലക്കി ഭാസ്കർ തന്ന വിശ്വാസമാണത്. ഓക്കെ, അടുത്തത് കാട്ടാളൻ. കാട്ടാളൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഇവരിങ്ങനെ നിരന്തരം, ഈ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ്, ഇവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ലൈവായിട്ട് നിന്നുകൊണ്ടേയിരിക്കും, കത്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരെണ്ണം അനൗൺസ് ചെയ്തു, പിന്നെ അത് റിലീസിന് വരുമ്പോഴേക്കും അല്ല അതിന്റെ ബാക്കി നോക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇവരിങ്ങനെ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ സിനിമ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ജനങ്ങളെ, അതായത് സിനിമാ പ്രേമികളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. മാർക്കൊക്കെ അത് തന്നെയല്ലായിരുന്നു? മാർക്കൊക്കെ തന്നെയാണ് ഫുൾ ടൈം. എന്തായാലും കാട്ടാളൻ പെപ്പെ നായകനാവുന്ന സിനിമയാണ്. പോൾ ജോർജ് അല്ലേ സംവിധാനം? പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്, അതായത് ഉണ്ണിയാറ് ഇതിന്റെ ഡയലോഗ്സ് ചെയ്തു. അറിയാലോ? അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നോക്കണ്ട. ബിഗ് ബി ഡയലോഗ്സ് ഒക്കെ അറിയാലോ? അപ്പോൾ ഉണ്ണിയാറാണ് ഇതിന്റെ ഡയലോഗ്സ്. അതിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഹനാൻ ഷാ ഇതൊരു വേഷം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നാട്ടുകാരനാണ്. അതെ, നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. എന്തായാലും ആൾക്ക് ഞങ്ങളെ കുറിച്ച് അറിയാമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ആളെ കുറിച്ച് ആളുടെ സോങ് അടിപൊളി സോങ് ആയിരുന്നു കേട്ടോ, സത്യം. പിന്നെ ആളുടെ ക്യാരക്ടർ അടിപൊളിയാണ്, ഭയങ്കര ഫാൻ പവറാ. ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മളെ പോലെ സിംപ്ലിസിറ്റി ഭയങ്കരമാണ്, അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് കയറില്ല. അതാ ഇടയ്ക്ക് വരുന്ന അഹങ്കാരം കൊണ്ടാണ്.
ഇടക്ക് കയറുന്ന ഒരു അഹങ്കാരം ഉണ്ട് ഇതിലെ. അത് തന്നെ ധാരാളം. അത് അവനില്ലാതെ. അതെ, നിങ്ങൾ ശരിയാണ്, നാട്ടുകാരൊക്കെ തന്നെയാണ്. സിംപ്ലിസിറ്റിയും സമ്മതിച്ചായിരുന്നു ചില സമയങ്ങളിൽ, പക്ഷേ അതിന്റെയൊക്കെ അപ്പുറത്തൊരു സാധനം വരുമ്പോ ഭയങ്കര പ്രശ്നമാണ്. അടുത്തത് കേടി. ധ്രുവ സർജ നായകനാവുന്ന സിനിമയാണ്. എന്താ കളിയാക്കണം? ഞാൻ നിന്നെ കളിയാക്കല്ല. എനിക്ക് പ്രത്യേക ഒരു വലിയ ട്രോമ ഉണ്ട്. തിയേറ്ററിൽ പോയിട്ട് സംഭവിച്ചിട്ടുള്ള ട്രോമകളിൽ വളരെ ചുരുക്കം ട്രോമകളിൽ ഒന്നാണത്. അറിയോ? മാർട്ടിൻ. അതിന്റെ ബാക്കിയായിരിക്കും ഇനി വരാൻ പോകും. എന്താണെങ്കിലും സിനിമയുടെ ടീസർ അനൗൺസ്മെന്റ് ഇന്നുണ്ടാവും കേട്ടോ. കേടിയുടെ ടീസർ അനൗൺസ്മെന്റ് വരാൻ പോവാണ്. ലാലേട്ടനെ ചെറിയ കാമിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ആള് ഒഴിവാക്കിയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആള് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയോ ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ. വോയിസ് ഓവർ കൊടുത്തോട്ടെ, എന്നാലും കുഴപ്പമില്ല. അല്ല, നമ്മൾ കേടി ശ്രദ്ധിക്കാൻ കാരണം എന്താ, അതാണ് കേടിയുടെ എന്തോ ഒരു ടീസറാണോ ക്ലിംസ് എന്തോ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ റിയാക്ഷൻ ചെയ്തതാണ്. നല്ല വ്യൂവർഷിപ്പ് കിട്ടിയത് അതിന്. ക്ലിംസ് നല്ല അത്യാവശ്യം നല്ല മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയിൽ വരുന്നുണ്ട്. കന്നഡയിൽ കേട്ടോ, ഇവിടെയല്ല. പ്രേം എസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. അതെ, എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. ഇതന്നെ എന്തൊരു കഷ്ടപ്പെട്ടാ ചെയ്യുന്നത്. അപ്പൊ ആ സിനിമയിലാണ് എത്ര നേരം ചെയ്തിട്ടുണ്ട് അല്ലേ, എത്ര ടേക്ക് പോയിണ്ടാവും ഈ മുരളച്ചല്. മൂപ്പർക്ക് ഡബിങ്ങിലെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. ഡബിങ്ങിലാകെ ലൈവ് ഫുള്ള് സിംഗ് സൗണ്ട്. എന്റെ അമ്മേ മാർട്ടിൻ, അതോ എന്തൊരു കഥയായിരുന്നു അതിന്റെ. എന്തായാലും ഒരു ക്ലൈമാക്സ് ഞാൻ കാണാൻ നീച്ചു. ക്ലൈമാക്സ് ചിലപ്പോ ഇതിന്റെ എക്സ്ട്രീം ലെവലായിരിക്കും. മുരളിച്ച ഞാൻ അതിന്റെ കുറച്ച് സീൻ കണ്ടായിരുന്നു, മതിയായി പോയി എന്റെ അമ്മേ. ഓക്കെ, അടുത്ത കിഴി. എന്താലേ ധ്രുവ സർജന്റെ കൂടെ. ധ്രുവ സർജന അതുവരെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ലെവലുണ്ടായിരുന്നു. സത്യം ഒറ്റയടിക്കാണ് പോയത്. ഒറ്റപ്പടം മതി തീരുമാനമാകാൻ. കമലഹാസനോടുള്ള റെസ്പെക്ട് പോയ അതേപോലെ സത്യമായിട്ടും. അല്ലെങ്കിൽ ഒക്കെ എങ്ങനെയൊക്കെ നമ്മള് കമലഹാസനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ലായിരുന്നു. കാട്ടിക്കൂട്ടി അങ്ങനെയാണ്. ഓക്കെ, അടുത്തത് രാക്ഷസ പുരതോൾ. രാജ്ബി ഷെട്ടി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതായത് ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്ററാണ്. ആള് രാക്ഷസനായിട്ടാണ് അതിൽ. പറയാൻ പറ്റൂല, ചിലപ്പോൾ രാക്ഷസനായിരിക്കാം. അതിന്റെ ഫസ്റ്റ് ലുക്ക് ആണെന്ന് തോന്നുന്നു. ഒരു മരം ഇങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കുന്നു, എന്നിട്ട് കൊമ്പകളൊരു രാക്ഷസനെ പോലെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. സത്യം. പോലീസുകാരനായിട്ട് ഒരാൾ മുമ്പിൽ നിൽക്കുന്നത് അത് രാജ്ബി ഷെട്ടി തന്നെയാണ് തോന്നുന്നത്. അടുത്തത് ലക്കി ഭാസ്കർ 2. എന്താണെങ്കിലും തീർച്ചയായിട്ടും രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് വെങ്കി അല്ലൂരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധ്യത നിലനിർത്തിയിട്ടാണ് സിനിമ അവസാനിപ്പിച്ചത്. അതൊരു സത്യം. പിന്നെ വെങ്കി അല്ലൂരി ആയതുകൊണ്ട് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട് അല്ലേ? അതെ. പക്ഷെ മോശമാക്കാനാണെങ്കിൽ അതിൽ തൊട്ട് പോരുത്. ഇനി ചെയ്യുന്നത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ അത് തന്നിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ വൈബം പോയി കിട്ടും. ഓക്കെ, അടുത്ത കിഴി മാരീഷൻ. ഫഹദ് ഫാസിലും വടിവേലും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കേട്ടോ. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 25-ന് സിനിമ റിലീസിനെത്തും. പുതിയ പോസ്റ്റർ. ഓക്കെ, സുധീഷ് ശങ്കറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതെ, സംവിധായകൻ ഇതിനു മുൻപ് ചെയ്ത സിനിമ, ഒരു മലയാളത്തിലെ സിനിമ ചെയ്തിട്ടുണ്ട് കേട്ടോ, വില്ലാളി വീരൻ. ദിലീപ് നായകനായ സിനിമ. നല്ല സിനിമയായിരുന്നു. നല്ല സിനിമയാണ്. അടുത്തത് രാമായണ. സിനിമയുടെ 2 പാർട്ടിന്റെയും കൂടി ബഡ്ജറ്റ് 1600 കോടിയാണ്. എത്ര? 1600 കോടി. അതായത് ഫസ്റ്റ് പാർട്ടിന് 900 കോടിയും സെക്കൻഡ് പാർട്ടിന് 700 കോടി. ഇതിൽ പിന്നെന്തറിയോ, അതിന്റെ ഔട്ട്പുട്ട് എന്തായാലും കാണാൻ പറ്റും. അതെ, അത് ഷുവറാ. മുടക്കിയ മുതലിന്റെ സാധനം ആ ഒരു ടീസറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ, പിന്നെ നിതീഷ് തിവാരി പ്രതീക്ഷ അത് ഭയങ്കരമാണ്. ദങ്കൽ, ചിച്ചോരെ കുറേയുണ്ട്. അതുകൊണ്ട് അതിൽ നമുക്കങ്ങ് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമ. എന്തായാലും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടേ. അതായത് ഇത് ഞങ്ങൾ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അപ്പം അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോപ്പിറൈറ്റ്. പക്ഷെ ഇന്ന് രാവിലെ അവരത് പിൻവലിച്ചു. വാട്ട് ഈസ് ദിസ്? വാട്ട് എ മിറാക്കിൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്. കോപ്പിറൈറ്റ് ഇഷ്യൂ അവർ നമ്മളൊന്നും കൊടുത്തിട്ടൊന്നുമല്ല തന്നെ. അവർ തന്നെ തോന്നിയോ ഇവര് ഒരു നല്ല റീച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 1600 കോടി സിനിമക്ക്. അല്ല, 50,000
നീ ഒന്ന് 50,000 പേരെ ഒന്ന് നിർത്തി നിർത്തി നോക്കി എവിടെ വരെ എത്തും നോക്കാം. അത് ശരിയല്ലേ? അപ്പൊ അറിയാം അതിന്റെ വലിപ്പം എത്രയാന്ന്. അപ്പൊ വെറുതെ ഒന്നല്ലേ. ആ 50,000 എന്ന് പറഞ്ഞാൽ 50,000 പേര് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ കയറി അത്രയും കളക്ഷൻ. ചുമ്മാ ചിന്തിച്ചു നോക്കണം. ശരിയാണല്ലോ. 50,000 അങ്ങനെ പുച്ഛിക്കരുത്. പക്ഷെ ആ 50,000 അവർക്ക് വലുതായി അവര് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മലയാളികൾക്ക് ഇതൊന്നും ഒരു വലുതല്ല. ചിലര് പിന്നെ എന്നുള്ള പുച്ഛണ്ട്. ഇങ്ങനെ പലർക്കും തരാട്ടോ. അതെ, തരാം. അടുത്ത കിഴി. ഓക്കെ, പോന്നോട്ടെ. എന്തായാലും അത്ഭുതം. ഇന്നത്തെ രാവിലത്തെ സന്തോഷം അതായിരുന്നു. ആ ടീം മാറ്റി തരാന്ന് പറഞ്ഞാൽ രാമായണന്റെ ടീമേ അത് മൊത്തത്തിലായിരിക്കൂലേ മാറ്റി കൊടുത്ത്? ആയിരിക്കും, ചിലപ്പോ എല്ലാവർക്കും മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ അഹങ്കാരത്തിന് ആയുസില്ലാതായിപ്പോയി. അഹങ്കാരത്തിന് ആയുസില്ലാതായിപ്പോയി. ഓക്കെ, അടുത്ത കിഴി എടുക്ക്. അല്ല, നമുക്ക് മാത്രം നമ്മളെ തെരഞ്ഞെടുത്ത് അവന്മാർ അടിപൊളിയാ മാറ്റി കൊടുക്കുന്ന പറഞ്ഞത് മാറ്റി തന്നല്ല. അപ്പൊ ഇനി വല്ല മലയാളി ഉണ്ടാവും അതിന്റെ പിന്നില്. ഇപ്പൊ ചെറുതായിട്ട് അഹങ്കരിക്കാനുള്ള മൂടെത്തി. അതാണ്. ഏത് മൂടാ? അഹങ്കാരം. അഹങ്കാരം മൂട്. അടുത്ത കിഴി കളം കാവൽ. കാത്തിരിക്കുന്ന സിനിമ. യെസ്, മമ്മൂക്ക നായകനാവുന്ന സിനിമയാണ്. അടുത്തതായിട്ട് വരേണ്ടിയിരിക്കുന്ന സിനിമയാണ്. അത് എന്നോ വരേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ചില പ്രശ്നങ്ങൾ കാരണം അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സെപ്റ്റംബർ 26 സിനിമ റിലീസിനെത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമർ. സെപ്റ്റംബർ 26. കൊള്ളാം, നൈസ്. സോഷ്യൽ മീഡിയ പറയുന്ന കണക്കാണ് ആ ഡേറ്റ്. അടുത്ത ചോദ്യമാണ് കേട്ടോ. ഓക്കെ, പോട്ടെ. സഞ്ജയ് സജു ആളാണ് ചോദിച്ചിരിക്കുന്നത്. കൽക്കി 2 പുറത്തു വരുമ്പോൾ അതിൽ ആരായിരിക്കും കൽക്കിയായിട്ട് അഭിനയിക്കുന്നത് എന്ന് ഗസ് ചെയ്യാനാണല്ലേ? നീ പറ. കൽക്കിയായിട്ടോ? ആരായിരിക്കും? ദൈവമായിട്ട് അവതരിക്കാൻ പോകുന്ന മുതലാണ്. അപ്പൊ ആരായിരിക്കും കൽക്കിയായിട്ടൊക്കെ? അതുണ്ടാവൂല, സിമ്പിളായിട്ട് പറയാമല്ലോ. അത് കർണനും അശ്വതാത്മാവും. അതായത് കൽക്കി സിനിമയുടെ കഥ, കൽക്കി എന്നാണ് പേരെങ്കിലും കൽക്കിയുടെ അവതാരത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ആൾക്കാരായിട്ട് ഇവരെ കാണിച്ചു. കൽക്കിയുടെ ജനനം വരെ കാണിക്കുള്ളൂ. ഒരു കുഞ്ഞു കുട്ടി അത്ര ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്നു, സേഫായി, ഇനി ജനിച്ചാൽ മതി എന്നുള്ള ലെവലിലേക്ക് എത്തിക്കും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കൽക്കി വളർന്ന് കൽക്കിയുടെ നമ്മുടെ ഏതെങ്കിലും ഒരു സിനിമാ താരത്തിന്റെ രൂപം കൽക്കിക്ക് കിട്ടൂല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്യാരക്ടറിനെ പ്രതീക്ഷിക്കണം. ഇത് ഗസ്സല്ല, എഴുതി കേട്ടോ. അതെ, സത്യമാണ്. കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ കൽക്കി അവതരിക്കും കുട്ടിയായിട്ട്. അതിനുശേഷം അപ്പുറത്തേക്ക് സിനിമ സംഭവിക്കൂല. ഓക്കെ, ഇത് കർണൻ, അശുദ്ധാത്മ, പിന്നെ നമ്മുടെ സുമതി, ഇവരുടെയൊക്കെ അവരുടെ ലൈഫ്. പിന്നെ പരശുരാമനായിട്ടോ അല്ലെങ്കിൽ കർണനെടുത്ത് വളർത്തിയ അങ്ങനെ ഡിക്യുവിന്റെ ഒക്കെ റോളുകൾ വരും. ഡിക്യുവിന്റെ റോള്. സത്യം. എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? കിട്ടുന്നില്ല ക്യാരക്ടറിന്. എനിക്ക് മഹാഭാരതത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന്റെ പേര് കിട്ടൽ മസ്റ്റാണ്. ഞാൻ വിചാരിച്ചു എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതവിടെ വെക്കട്ടെ, അടുത്തേല് പറയാലോ. ഇനിയും കൽക്കി വരുമല്ലോ. കിഴിയെടുക്ക്. അതിന് 1/2 മണിക്കൂർ ചിന്തിക്കുക, അങ്ങനെ നിൽക്കുക മാനത്തോട്ട് നോക്കിയിട്ട്. കിഴിയെടുത്ത് തുറന്ന് അടുത്ത സൂതപുത്രൻ. സൂതന്റെ പേരെന്തായിരുന്നു? പെട്ടെന്ന് പോന്നോട്ടെ, കിഴി പോന്നോട്ടെ. അത് എനിക്കറിയാം ആ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്ന ആള്. എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയേഷിന്റെ ചോദ്യം. പോന്നോട്ടെ. ജയേഷിന്റെ ചോദ്യം കിട്ടിയിട്ടുണ്ട്. ജയേഷ് ചോദിച്ചിരിക്കുന്നത് എന്താ അറിയോ? അത് നമ്മുടെ ബാബു ആന്റണിയില്ലേ, ആളുടെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഓക്കെ, ഇതിന് ഉത്തരം പറഞ്ഞതിന് മുന്നേ ഇന്നലെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഇന്നലെ ജയേഷ് തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ തന്നെ തപ്പിയെടുത്തോണ്ട് തരേണ്ടി വരുമോ റഫത്ത് ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ബാബു ആന്റണീന്റെ ഇഷ്ടപ്പെട്ട സിനിമ കൊറേ ഉണ്ട് കേട്ടോ. ദാദ, കമ്പോളം, ബോക്സർ. ഇനി വില്ലൻ സൈഡ് നോക്കുകയാണെങ്കിൽ നാടോടിക്കാറ്റ്, ദൗത്യം. സോറി, നാടോടിക്കാറ്റല്ല, നാടോടി പെട്ടെന്ന് മാറിപ്പോയി. ദൗത്യത്തിലെ വില്ലനൊക്കെ രണ്ടിലും ഉണ്ട് 2 സാധനം. മറ്റൊരു ചിരിയും നാടോടിയില് ആ വലിയും. കിട്ടില്ല സാധനം. അതും ട്രോമ ഉള്ള ഒരു സിനിമ കേട്ടോ. അത്
ആളെ കൊന്നു കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ വെള്ളത്തിനടി കിടക്കൂലേ, കണ്ണ് തുറന്നിട്ട് എനിക്ക് പേടിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായിരുന്നു. ഇഷ്ടമാണ്. പട്ട എന്തൊരു പടം. ട്രോമ അത് മനസ്സിലായി. കല്ലൊക്കെ എടുത്ത് എറിഞ്ഞാലോ നമുക്ക് തോന്നുന്നു. കണ്ണടക്കി ചവമേന്ന് പേടിപ്പിക്കാതെ കടക്കടാ അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ കുറെ സിനിമകളുണ്ട്. ബാബു ആന്റണിന്റെ കുറെ സിനിമകളുണ്ട് കേട്ടോ. പിന്നെയുണ്ട് മറ്റേ ഒരു കാലത്ത് ബാബു ആന്റണി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സൈഡ് നോക്കണ്ട. നായക സിനിമയാകുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ, വില്ലനാണെങ്കിൽ പേടിയായിരുന്നു. പറ്റിച്ചൊരു സിനിമ ഉണ്ട് എപ്പോഴോ എന്നോട് പറഞ്ഞു കൗരവർ നായകന്റെ കൂടെയാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ആ ആശ്വാസം, നായകന്റെ കൂടെയാണ് വില്ലൻ, അതായത് ബാബു ആന്റണി നായകന്റെ കൂടെയാണ് എന്നുള്ള ആശ്വാസത്തിലിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ മാറിയിട്ട് വില്ലനായിട്ട് ആൾക്കെതിരെ തിരിഞ്ഞ് അപ്പൊ പോയൊരു സമാധാനക്കേടുണ്ടായിരുന്നു. വേറെ ലെവലാണ് കേട്ടോ. എത്രയോ പടങ്ങള്. എന്താണെങ്കിലും ചോദ്യം ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.